ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ചുമക്കുള്ള സമയത്ത് ഇത് ആടലോടകത്തിൻ്റെ ഇലയാണ് കേട്ടോ. ആടലോടകത്തിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് ചുമക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ മഞ്ഞുകാലത്ത് ഉണ്ടാകുന്ന ചുമ ഉണ്ടല്ലോ, ആ ചുമക്ക് നല്ല ബെസ്റ്റ് മെഡിസിനാണ് ഈ ഒരു ലീഫ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുക, അതല്ല നമുക്ക് കഷായം വെച്ച് കുടിക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ലേഹ്യം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക, അതുമല്ലെങ്കിൽ നമുക്ക് അരിയൊക്കെ വറുത്തിട്ട് ഇതൊട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് പൊടി ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറിയുള്ളിയും ഈ ആടലോടകത്തിൻ്റെ ഇല അരച്ചതും കൂട്ടിയിട്ടുള്ളൊരു ഓംലെറ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അരച്ചെടുക്കണം. അപ്പോൾ അതുപോലെ മുറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലത്. അങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തണ്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. രണ്ട് മുട്ടയാണ് കേട്ടോ ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നാടൻ മുട്ട ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. നാടൻ കോഴിൻ്റെ മുട്ട അതുണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്. പക്ഷേ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മുട്ടയാണ്. ഒരല്പം ഉപ്പിട്ട് കൊടുത്തു കേട്ടോ, ഇതിലായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കൂടെ ഉപ്പിൻ്റെ അളവ് അത് അരച്ചതുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. മരുന്ന് കുറച്ച് കൂടിയാൽ നല്ലതാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ശമനം കിട്ടും. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കൂടണ്ട ഒരല്പം മതി കുരുമുളക് പൊടി. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, നമ്മളെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള നാടൻ മഞ്ഞൾപ്പൊടി കേട്ടോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി അരിഞ്ഞെടുത്തിട്ടുള്ള ആ ചെറിയുള്ളി ഉണ്ടല്ലോ അത് ഇതുപോലെ എടുക്കാം. ചെറിയുള്ളി കുറച്ച് അധികം വേണം കേട്ടോ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് കുറച്ച് മതി. ചെറിയുള്ളി നമ്മളെ ഈ ഒരു ആടലോടകം ഇതാണ് കൂടുതലായിട്ട് ഇതിൽ വേണ്ടത്. നമുക്ക് പെട്ടെന്ന് ചുമ ആശ്വാസം കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ മരുന്നുണ്ടല്ലോ ഈ മുട്ടയിൽ നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നല്ലൊരു ഗ്രീൻ കളറിലായി വന്നിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. സാധാരണ നമ്മളെ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അതൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഇത് നമ്മളെ വീട്ടിൽ ആട്ടിയെടുത്തിട്ടുള്ള നല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്കത് ഉണക്കിയെടുത്ത് ആട്ടിയെടുത്താൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കാം. അതേപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇതിലുപയോഗിക്കുന്ന ഈ ചെറിയുള്ളി ഉണ്ടല്ലോ കൂടുതലായിട്ട് വെന്ത് പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ കഫ ഇറക്കാനൊക്കെ ബെസ്റ്റാണ് നമ്മളെ ചെറിയുള്ളി. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണം. നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഫ്രൈ ആക്കിയെടുക്കാൻ. ഇതുപോലെ ഈ ഒരു പരുവത്തിലാക്കി ഇനി ഇത് ചൂടോടുകൂടി പതുക്കെ കഴിക്കുക. അതായത് നമ്മൾ ഇതിന് കയ്പ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കയ്പ്പൊക്കെ സഹിച്ചങ്ങാണ്ട് നമ്മൾ പെട്ടെന്ന് വിഴുങ്ങി വിടരുത്. നമ്മൾ ടേസ്റ്റ് അറിഞ്ഞിട്ട് കഴിക്കണം കേട്ടോ. അപ്പോഴാണിത് നന്നായിട്ട് ഫലിക്കുള്ളൂ. ഈ മഞ്ഞുകാലത്ത് ഉണ്ടാവുന്ന വരണ്ട ചുമ ഏത് ചുമക്കും ബെസ്റ്റാണ് ഈ ഒരു മെഡിസിൻ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.